വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിൽ ഈ വീഡിയോ വിബ്രിയോ കോളറയെ കുറിച്ചിട്ടാണ്. സോ വിബ്രിയോ കോളറ മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കോളറ എന്ന് പറയുന്ന രോഗമാണ്. സോ വിൽ ടോക്ക് അബൌട്ട് കോളറ ആൻഡ് ഓൾസോ വിൽ ടോക്ക് അബൌട്ട് വിബ്രിയോ കോളറ. സോ അബൌട്ട് ഓർഗാനിസം ആൻഡ് ഡിസീസ്. 1886 റോബർട്ട് കോച്ച് ആണ് ഈ ഓർഗാനിസത്തെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തു. സോ അന്ന് പേര് കോമാബാസിലസ് എന്നായിരുന്നു. ഇങ്ങനെ വിളിക്കാൻ കാരണം ഇതിനൊരു കർവ്ഡ് ഷേപ്ഡ് ആയിരുന്നു. കർവ്ഡ് അല്ലെങ്കിൽ കോമാ ഷേപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരു ഓർഗാനിസം. ആൻഡ് ഓൾസോ ദിസ് എ ബാസിലസ് ആണ്, കുറച്ച് നീണ്ടതും കൂടിയാണ്. സോ ഷേപ്പ് ഈസ് സംവാട്ട് സിലിണ്ട്രിക്കൽ ആണ്. ആൻഡ് ദിസ് ഈസ് ഗ്രാം നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ചെറുതായിട്ട് വളരെ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ടാവും. ആൻഡ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ അപ്പോൾ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ആയിട്ടായിരിക്കും കിട്ടുക. ആൻഡ് ഇതിനെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വിബ്രിയോസ് സീൻ ആസ് പാരലൽ റോസ് ആയിട്ടായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ പാരലായിട്ട് ഇങ്ങനെ റോസ് ആയിട്ടായിരിക്കും നമ്മൾ കാണുക. ഒരു സ്കൂൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഫിഷ് സ്ട്രീം അപ്പിയറൻസ് ആണ് മൈക്രോസ്കോപ്പിൽ കിട്ടുക. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു സിംഗിൾ പോളാർ ഫ്ലജെല്ലം ഷീതഡ് ഫ്ലജെല്ലം ആയിരിക്കും കാണുക എന്നുള്ള ഒറ്റൊരെണ്ണം. പക്ഷേ ഇവ ഹൈലി മോട്ടൈൽ ആണ്. സോ ദീസ് ആർ മോട്ടൈൽ ആണ് എന്നുള്ളതാണ്. മോട്ടൈൽ ആണ് ഓർഗാനിസം. ഹാങ്ങിങ് ഡ്രോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡാർട്ടിംഗ് മൂവ്മെന്റ് ആയിരിക്കും ഇത് കാണിക്കും. ഇനി മിക്കവാറും ഇവയെല്ലാം തന്നെ നോൺ സ്പോറിംഗ് ആണ് ആൻഡ് ഓൾസോ നോൺ ക്യാപ്സുലേറ്റഡ് കൂടിയാണ്. ആൻഡ് വിബ്രിയോ ഗ്രൂപ്പിൽ നമുക്ക് വിവിധ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ക്യാപ്സ്യൂളിലൊക്കെ വ്യത്യാസം വന്നേക്കാം. എങ്കിലും സാധാരണ രീതിയിൽ ദീസ് ആർ നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. ഇനി ഇവ എയ്റോബാണോ അനൈറോബാണോ ചോദിച്ചാൽ ദീസ് ആർ ഫാക്കൽറ്റേറ്റീവ് എയ്റോബ്സ് ആണ് സംഭവങ്ങൾ. ഓക്സിജൻ ഉണ്ടെങ്കിൽ വളരും, ഓക്സിജൻ കുറവാണെങ്കിലും വളരാം. സോ അനൈറോബിക് ആയിട്ടും വളരാം. സോ യൂഷ്വലി സാധാരണ രീതിയിൽ വിബ്രിയോ കോളറ ഓക്സിജൻ ഉപയോഗിച്ചിട്ടായിരിക്കും വളരുക. ഇനി അപ്പോൾ വളരുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മറൈൻ എൻവയോൺമെന്റിൽ വളരാം. ദെൻ അല്ലെങ്കിൽ സീ ഫുഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരാം. സീവേജിനകത്ത് വളരാം അല്ലെങ്കിൽ റിവർ അവിടെ വളരാം. സോ ഇവിടെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ വിബ്രിയോ കോളറ കാണുക. സീ വാട്ടർ ആണ് റിസർവോയർ എന്ന് നമുക്ക് പറയാവുന്നത്. ആൻഡ് വിബ്രിയോ കോളറ നമ്മൾ വിബ്രിയോ കോളറയെ കുറിച്ചിട്ടാണ് പറയുക. വിബ്രിയോ കോളറ ഈസ് നോൺ ഹാലോഫിലിക് ആണ്. നോൺ ഹാലോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1% സോൾട്ട് സോഡിയം ക്ലോറൈഡ് കോൺസെൻട്രേഷനിൽ ഇവയ്ക്ക് വളരാം. സോ വിബ്രിയോ കോളറ മാത്രമല്ല വിബ്രിയോ മിമിക്കസ് എന്ന് പറയുന്നതിനും ഇങ്ങനെ വളരാൻ പറ്റും. പക്ഷേ മറ്റു ചില വിബ്രിയോ, അപ്പോൾ നമ്മൾ വിബ്രിയോ പറ്റിയാണ് പറയുന്നത്, വിബ്രിയോ സ്പീഷീസിനകത്തുള്ള സംഭവങ്ങൾ. മറ്റു ചില വിബ്രിയോ, ഉദാഹരണത്തിന് വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിബ്രിയോ അൾജീരിലിറ്റിക്കസ്. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് ഹയർ കോൺസെൻട്രേഷൻ, ഒരു 7 to 10% സോൾട്ട് കോൺസെൻട്രേഷനിൽ വളരാം അവയ്ക്ക്. സോ ഇത്തരത്തിലുള്ളവയെ നമ്മൾ ഹാലോഫിലിക് എന്ന് വിളിക്കും. സോ ഇതൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്, ഹാലോഫിലിക് ആൻഡ് നോൺ ഹാലോഫിലിക് വിബ്രിയോസ്. സോ നമ്മൾ പറയുന്ന വിബ്രിയോ കോളറ ഈസ് നോൺ ഹാലോഫിലിക് ആണ്, 1% കോൺസെൻട്രേഷനിലേക്കാണ് വളരുക. മറ്റു ചിലതിന് ഹാലോഫിലിക് ആയിട്ടും വളരാം. ഇനി ഇവ സാധാരണ രീതിയിൽ വളരാനായിട്ട് ഒരു ആൽക്കലൈൻ കോൺസെൻട്രേഷനിൽ വളരാം. ആൽക്കലൈൻ എന്ന് വെച്ചാൽ ആൽക്കലൈൻ pH 7 to 9 വളരാം. ദെൻ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു 18 to 37 ഡിഗ്രി ടെമ്പറേച്ചറിലും ഇവയ്ക്ക് വളരാനായിട്ട് പറ്റും. ഇനി ഇവിടെ ബയോകെമിക്കൽ ടെസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലൈസ് ഈസ് പോസിറ്റീവ് ആണ്, ഓക്സിഡേസ് ഈസ് ഓൾസോ പോസിറ്റീവ്. സോ സൈറ്റോക്രോം ഓക്സിഡേസ് ഒക്കെ ഉണ്ട്. വേറെ 2 ടെസ്റ്റ് ഇൻഡോൾ ആണ്. ഇൻഡോൾ ഈസ് പോസിറ്റീവ് ആണ് ആൻഡ് ഓൾസോ നൈട്രൈറ്റ് ആക്കി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ 2 ടെസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, കോളറ റെഡ് റിയാക്ഷൻ എന്നാണ് പറയുക. കോളറ റെഡ് റിയാക്ഷൻ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അത് പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ദെൻ ഫെർമെന്റേഷനെ പറ്റി പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലൂക്കോസ്, മാൾട്ടോസ്, മാനോസ്, സുക്രോസ്. സോ ഇതിനൊക്കെ ഫെർമെന്റ് ചെയ്യും. പക്ഷേ ലാക്ടോസ് ആൻഡ് ഓൾസോ അരാബിനോസ്, ലാക്ടോസിനെയും അരാബിനോസിനെയും ഫെർമെന്റ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ സോ ദിസ് നോൺ ഫെർമെന്റർ എന്നാണ് നമ്മൾ വിളിക്കുക. പക്ഷേ ലേറ്റ് ആയിട്ട് ഒരു 24 മണിക്കൂറിന് ശേഷം ഫെർമെന്റ് ചെയ്യും. അപ്പോൾ അതിനെ ലേറ്റ് ഫെർമെന്റർ കൂടിയാണ്. അപ്പോഴത്തേക്കും ബീറ്റാ ഗാലക്ടോസിഡേസും ബെർമിയേസും ഒക്കെ എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആകും. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ നോൺ ഫെർമെന്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇനി വേറെ ടെസ്റ്റ് ജെലാറ്റിൻ ആണ്. ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റ്, അത് പോസിറ്റീവ് ആണ്. ഇനി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രിംഗ് ടെസ്റ്റ് ആണ്. സ്ട്രിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് വിബ്രിയോ കോളറയുടെ ഒരു സസ്പെൻഷൻ എടുക്കുക. സസ്പെൻഷൻ പ്ലസ് ബൈൽ സോൾട്സിന്റെ സസ്പെൻഷൻ 0.5% ഓഫ് സോഡിയം ഡിയോക്സി കോളേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. ദെൻ ഒരു ലൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ പതിയൊന്ന് നീക്കി കഴിഞ്ഞാൽ സോ ഇപ്പോൾ ഒരു സ്ട്രിംഗ് അപ്പിയറൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ലൂക്കിന്റെ വേർഡ് സ്ട്രിംഗ് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. ഓർ ഫോർമേഷൻ നമുക്ക് കാണാം. കാരണം അതൊരു മ്യൂക്കോഡ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. സോ ദി സ്ട്രിംഗ് ടെസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ
ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഇനി ഇവ വിവിധ തരം എൻസൈംസ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂറാമിനിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മ്യൂസിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. കൊളാജിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഇലാസ്റ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചൈറ്റിൻ എന്ന് പറയുമ്പോൾ സീ ഫുഡിനകത്തൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ദെൻ ന്യൂക്ലിയോസിഡേസ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം എൻസൈംസ് കൂടി ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വിബ്രിയോ കോളറയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഹാലോഫിലിക്, നോൺ ഹാലോഫിലിക്. അത് സോൾട്ട് കോൺസെൻട്രേഷനിൽ വളരുന്ന വെച്ചിട്ടാണ്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ഹെർബർഗ് ആണ്. ഹെർബർഗ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അത് ഷുഗർ ഫെർമെന്റേഷൻ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഗാർഡനർ, ഗാർഡനർ ആൻഡ് വെങ്കട്രാമൻ ആണ്. വെങ്കട്രാമൻ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ചെയ്യുന്നത് സൊമാറ്റിക് O ആന്റിജനും ഫ്ലജെല്ലാർ H ആന്റിജനും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ അപ്പൊ അതിലെ ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ H ആന്റിജൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഗ്രൂപ്പ് എ അല്ലാണ് വിബ്രിയോ കോളറ വരുന്നത്. ബാക്കി വരുന്നതെല്ലാം ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ നമ്മൾ തൽക്കാലം ഇതിനെ പറ്റി ഇനി പറയുന്നില്ല. ആൻഡ് വിബ്രിയോ കോളറയെ നമുക്ക് വീണ്ടും വിവിധ സീറോ ഗ്രൂപ്പ്സ് ആക്കാം. ഓക്കെ, സീറോ ഗ്രൂപ്പിംഗ് ബൈ സക്കാസാക്കി ഗ്രൂപ്പിംഗ് O ആന്റിജൻ വെച്ചിട്ടാണ്. സോ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു 200 തരം വിബ്രിയോ കോളറ തന്നെ ഉണ്ട്. അതിൽ O1 ഉണ്ട് ആൻഡ് O139 ഉണ്ട്. ഇതല്ലാതെ ബാക്കിയെല്ലാം കൂടി നമുക്ക് ഒറ്റ ഒരു ഗ്രൂപ്പിൽ പെടുത്താം. O2 ആക്കാം, O138 വരെ, പിന്നെ ബാക്കിയെല്ലാം 200 വരെയുള്ളത് നമുക്ക് ഒറ്റ ഒരു ഗ്രൂപ്പ് ആക്കാം. ആൻഡ് ഇതിൽ O1 ആൻഡ് O139 ഇതാണ് കോളറ ടോക്സിൻ പ്രൊഡ്യൂസിങ് സീറോ ടൈപ്പ്. സോ ഇത് രണ്ടുമാണ് കോളറ ടോക്സിൻ എന്ന് പറയുന്ന ആ ടോക്സിൻ ഉണ്ടാക്കുന്ന സീറോ ടൈപ്സ്. ഇതാണ് O1 വീണ്ടും നമുക്ക് ബയോടൈപ്സ് ആക്കാം. ദെൻ അതിനുശേഷം വീണ്ടും സീറോ ടൈപ്സ് ആക്കാം. സീറോ ടൈപ്പാണ് മറ്റേത്, സീറോ ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത്. സീറോ ടൈപ്സ് ആക്കാം. സോ O1 ഇപ്പോൾ നമുക്ക് ക്ലാസിക് എന്നും രണ്ടാക്കാം. ക്ലാസിക് ഉണ്ട്, ദെൻ എൽട്ടോർ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് ആക്കാം. സോ ക്ലാസിക് ടൈപ്പ് ഉണ്ട്, എൽട്ടോർ ടൈപ്പ് ഉണ്ട്. ആൻഡ് അതിൽ തന്നെ വീണ്ടും പല ടൈപ്പ് ആക്കുമ്പോഴത്തേക്കും ഒന്ന് ഒഗാവയാണ് ഏറ്റവും കൂടുതലുള്ള ടൈപ്പ്. പിന്നെ ഒരെണ്ണം ഇനോബയാണ്, ഇനോബ ടൈപ്പ് ഉണ്ട്. ദെൻ പിന്നുള്ള ഒരെണ്ണം ഹികുജിമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ആൻഡ് അതിൽ ഒഗാവ ടൈപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. ആൻഡ് ഈ എൽട്ടോർ ടൈപ്പും ഈ ക്ലാസിക് ടൈപ്പും എൽട്ടോർ ടൈപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇപ്പോൾ ജസ്റ്റ് 2 പറയുകയാണെങ്കിൽ, ഒന്ന് ബ്ലഡ് ഷീപ്പ് അഗാർ, നമ്മളെ സാധാരണ ഉള്ള ബ്ലഡ് അഗാർ എന്ന് പറയുന്ന സാധനം, അതിനെ ബീറ്റ ഹീമോലിസിസ് ചെയ്യിക്കും. എൽട്ടോർ ഗ്രൂപ്പ് ബീറ്റ ഹീമോലിസിസ് നടത്തും എന്നുള്ളതാണ്. ഇത് പക്ഷേ അത് ഉണ്ടാക്കുന്നില്ല. ദെൻ പിന്നെ VP ടെസ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വോക്സ്കർ ടെസ്റ്റ്. ആൻഡ് ഇത് പോസിറ്റീവ് ആണ്. സോ ബീറ്റ ഹീമോലിസിസ് ഉണ്ട്, VP ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ആൻഡ് യൂഷ്വലി സ്പീക്കിംഗ് നമ്മൾ O1 ആൻഡ് 139 ആണ് ഈ സബ് ഗ്രൂപ്പ്സ് ഒക്കെയാണ് കോളറ ഉണ്ടാക്കുന്നത്. സോ കോളറ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ കോളറയുടെ O1ഉം 131 ഗ്രൂപ്പാണ്. അതിനകത്ത് വീണ്ടും സബാണ് ക്ലാസിക്കും എൽട്ടോറും ഒക്കെ. അപ്പൊ ഇനി വിബ്രിയോ കോളറ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് കോളറ എന്ന് പറയുന്ന അസുഖം. ആൻഡ് ഇതൊരു അക്യൂട്ട് ആയിട്ടുള്ള ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡയറിയൽ കണ്ടീഷനാണ്. സോ ഇറ്റ്സ് എ ഡയറിയൽ കണ്ടീഷനാണ്. ആൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ടിഫയബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി കണ്ടീഷൻ കൂടിയാണ് എന്നുള്ളതാണ്. കാരണം മണിക്കൂറിൽ 1 ലിറ്റർ വരെ 1 ലിറ്റർ പെർ അവർ വരെ ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെട്ട് ഒരു ദിവസം 20 ലിറ്റർ വരെ ദിവസം നഷ്ടപ്പെടുന്ന തീവ്രമായ വയറിളക്കം ഉണ്ടാകുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി അക്യൂട്ട് ആണെന്ന് പറഞ്ഞു, സഡൻ ഓൺസെറ്റ് ആണ് എന്നുള്ളതാണ്. ആൻഡ് രോഗാണു ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 12 മണിക്കൂറിനകം തന്നെ വിത്തിൻ 12 hours. സാധാരണ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 hours to 5 days ആണ്. സാധാരണ 1 to 2 days ആണ് നോർമലി സ്പീക്കിംഗ്. ആൻഡ് ഇത് ട്രാവലേജ് ഡയറി ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് റൈസ് വാട്ടർ ഡയറിയ എന്നാണ് ഇതിന് വിളിക്കുക. റൈസ് വാട്ടർ ഡയറിയ നമ്മുടെ കഞ്ഞിവെള്ളം പോലെയുള്ള വയറിളക്കമാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത് കൂടുതൽ. ആൻഡ് ചില സ്ഥലങ്ങളിൽ എൻഡമിക് ആണ്. സോ ദിസ് ഇസ് എൻഡമിക് ആണ്. എവിടേക്കാണ്? ആഫ്രിക്ക, ചില ഭാഗങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അങ്ങനെയൊക്കെയുള്ള ഏഷ്യൻ കൺട്രീസ്, അവിടെയൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ഇത് എൻഡമിക് കൂടിയാണ്. ആൻഡ് ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഡയറി ഉണ്ടായിക്കഴിഞ്ഞാൽ, സിവിയർ ഡയറി ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക കോളറ ഗ്രേവിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് യൂഷ്വലി കോളറ എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രം ഉണ്ടാക്കുന്നതാണ്. സോ സ്ട്രിക്ട്ലി ഹ്യൂമൻ ഡിസീസ് ആണത്. ആൻഡ് സീ വാട്ടർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട റിസർവർ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഇതെങ്ങനെ പകരുന്നു വെച്ചാൽ ട്രാൻസ്മിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്മിഷൻ സാധാരണ ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കോളറ അടങ്ങിയിട്ടുള്ള ഫുഡും വാട്ടറും ഉള്ളത് മൂലമാണ്. സോ അതിനപ്പോൾ പ്രധാനപ്പെട്ട കാരണം പുവർ സാനിറ്റേഷൻ ആണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. ആൻഡ് ഇത് വെള്ളത്തിലും മറ്റും ചൈറ്റിനിയസ് പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഷെൽഫിഷ് അങ്ങനെയൊക്കെയുള്ള സംഭവം
സംഭവങ്ങളിൽ. ആൻഡ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫീക്കൽ ഓർ ഓറൽ റൂട്ടിലൂടെയാണ്. സ്റ്റൂളിലൂടെയൊക്കെ ഇത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നവ വെള്ളം വഴിയോ ഭക്ഷണം വഴിയോ ഒക്കെ വയറ്റിലെത്തുന്നു. ആൻഡ് റൈസ്, ഷെൽ ഫിഷ് കഴിക്കുന്ന ആൾക്കാർ, ബ്ലഡ് ഗ്രൂപ്പ് O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ, ദെൻ ഡിക്രീസ്ഡ് ഗ്യാസ്ട്രിക് ആസിഡിറ്റി, കാരണം ആസിഡിൽ വെച്ച് നശിച്ചു കൊണ്ടാണ് നശിക്കാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരിൽ കൂടുതൽ വർദ്ധിച്ച സാഹചര്യമാണ് ഇതുണ്ടാകുന്നത്. വരാനായിട്ട് കോളറ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇനി നമുക്കിതിന്റെ വിറുലൻസ് ഫാക്ടേഴ്സ് ആൻഡ് പാത്തോജെനിസിസ് നമുക്ക് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോകാം. സോ ഇവ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഷീറ്റഡ് ഫ്ലജെല്ലം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഇത് ഒരു ആന്റിജനിക് ഫാക്ടർ ആണ്. ആൻഡ് പിന്നെ ഉള്ളത് ഒരു ടോക്സിൻ കോറെഗുലേറ്റഡ് പൈലി. സോ ഇതിന് പൈലി ഉണ്ട്. ഈ പൈലി അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എവിടെ അറ്റാച്ച് ചെയ്യുന്ന വെച്ചാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സോ ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ എൻഡ്രോസൈറ്റ്സ് ആണെങ്കിൽ ഇതിന്റെ മ്യൂക്കോസൽ ഏരിയയിൽ വന്ന് അഡ്ഹിയർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സോ ദിസ് ഹെൽപ്സ് ഇൻ ദ അഡ്ഹറൻസ്, ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് സഹായിക്കും. ആൻഡ് ഈ കോളറ ടോക്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. എ സബ് യൂണിറ്റ് ഉണ്ട്, ബി സബ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് കോളറയിൽ ഇതൊരു ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ടോക്സിന്റെ പേര് കോളറ ടോക്സിൻ എന്നാണ്, CT എന്നാണ് നമ്മൾ എഴുതുക. ആൻഡ് ദിസ് ഇസ് ആൻ എൻറ്ററോടോക്സിൻ ആണ്, എൻറ്ററോടോക്സ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സബ് യൂണിറ്റ് ആണ്, ഈ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുക. ബിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്ററിന്റെ പേര് GM1 ഗാംഗ്ലിയോസൈഡ് റിസപ്റ്റർ ആണ്. GM1 ഗാംഗ്ലിയോസൈഡ് റിസപ്റ്ററിൽ പോയി ഒട്ടിപ്പിടിക്കുക. ഇതാണെങ്കിൽ അവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് ബി സബ് യൂണിറ്റിന്റെ ജോലി. ഇതിന്റെ കൂടെ എ ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ടേക്കൺ ഇൻ, അകത്തേക്ക് എടുക്കുന്നതിനെ നമ്മൾ എൻഡോസൈറ്റോസിസ് എന്നാണ് വിളിക്കുക. സോ എൻഡോസൈറ്റോസിസ് ചെയ്ത് അകത്തേക്ക് എടുക്കും. അകത്ത് വെച്ചിട്ട് അപ്പൊ എ സബ് യൂണിറ്റ് ആണ് ഇനി പണിയൊക്കെ എടുക്കുന്നത്. ആൻഡ് എ സബ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ. സോ ഇത് GPCR ആണെങ്കിൽ ഇതിനൊരു ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, ഒരു ബീറ്റ ഗാമ സബ് യൂണിറ്റ് ഉണ്ട്. ആൽഫ തന്നെ പല ടൈപ്പ് ഉണ്ട്. GS സ്റ്റിമുലേറ്ററി ആണ്, G ഇൻഹിബിറ്ററി ഉണ്ട്, ദെൻ GQ/G11 എന്ന് പറയുന്ന ഒരു സ്റ്റിമുലേറ്ററി ടൈപ്പ് ഉണ്ട്. ആൻഡ് ഇത് പ്രവർത്തിക്കുന്നത് GS-ലാണ്. GS ആൽഫ സബ് യൂണിറ്റ് ആയിട്ടുള്ള GS അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യലാണ്. അതിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ സാധാരണ GDP ഉണ്ട്. ആൻഡ് GDP മാറി GTP വരലാണ് പരിപാടി. സോ ഇത് ചെയ്യുന്നത് GDP റൈബോസിലേഷൻ പ്രോസസ് ആണ്. സോ റൈബോസിലേഷൻ പ്രോസസ് നടക്കുമ്പോഴത്തേക്കും ഈ GS ആൽഫ സബ് യൂണിറ്റ് സ്റ്റിമുലേറ്റഡ് ആവും. സോ GS സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഇവിടെ ഒരു എൻസൈം ഉണ്ട്, അഡിനൈലേറ്റ് സൈക്ലേസ് ആണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡിനൈലേറ്റ് സൈക്ലേസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അഡിനൈലേറ്റ് സൈക്ലേസ് ATPയെ സൈക്ലിക് AMP ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പണി. സൈക്ലിക് AMPയുടെ എമൗണ്ട് കൂടും. സൈക്ലിക് AMP കൂടി കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ കൈനേസ് Aനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഇതാണ് GPCRന്റെ ഒരു ആക്ഷൻ. സോ ഇൻക്രീസ്ഡ് സൈക്ലിക് AMP ആൻഡ് പ്രോട്ടീൻ കൈനേസ് ആക്ഷൻ. സോ ഇതുമൂലം എൻഡ്രോസൈറ്റ്സിൽ ചില ചാനലുകൾ, സോ എൻഡ്രോസൈറ്റ്സ് അതിന്റെ ഒരു ചാനൽ വരയ്ക്കുകയാണ്. സോ ഇതൊരു ചാനലാണെന്ന് വിചാരിക്കുക. ചാനലിന്റെ പേര് CFTR എന്നാണ്. CFTR മീൻസ് സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ്മെംബ്രെയിൻ കണ്ടക്ടൻസ് റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ആൻഡ് ഇതിനെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുകയാണ്. ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആകുമ്പോൾ ഇത് സെല്ലിനകത്ത് നിന്ന് ഇതിപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെയാണെങ്കിൽ ഇതിൽ നിന്ന് ക്ലോറൈഡ് അയോൺസ് പുറത്തേക്ക് പോകും. സോ ധാരാളമായിട്ട് ക്ലോറൈഡ് അയോൺസ് മൊത്തം പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. സോ GI ലൂമനിലേക്ക് ഈ അയോൺസ് പുറത്തേക്ക് പോകും. സോ ഇതിനോടൊപ്പം തന്നെ അപ്പോൾ ക്ലോറൈഡ് ഇവിടെ ഒരുപാട് കൂടുമ്പോൾ സോഡിയം പുറത്തേക്ക് പോകും. ആൻഡ് ഓൾസോ വെള്ളവും പുറത്തേക്ക് പോകും. സോ ദർ ബി ലോട്ട് ഓഫ് സോഡിയം, വാട്ടർ, ക്ലോറൈഡ് എക്സെട്ര ലൂമനിനകത്ത് നിറയും എന്നുള്ളതാണ്. സോ അപ്പോഴാണ് വയറിളക്കം വരിക. ആൻഡ് കോളറ സബ് യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ B ഒരു 5 ഉണ്ട്, നടുവിൽ A ഒക്കെയുള്ള സംഭവങ്ങളാണ്. ആൻഡ് ടോക്സിൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു A സബ് യൂണിറ്റ് ആണ്. സോ എൻട്രോടോക്സിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് A സബ് യൂണിറ്റ് ആണ്. ആൻഡ് ഇതിന് പിന്നെ ഇതുണ്ടാക്കുന്ന വേറൊരു എൻസൈം നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂറാമിനിഡേസ്. സോ ഇതിന്റെ റിസപ്റ്റർ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന സംഭവമാണ് ഈ ന്യൂറാമിനിഡേസ്. സോ ഇങ്ങനെ ലാസ്റ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുകളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം മൊത്തം പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ സെല്ലുകളിൽ നിന്ന് വെള്ളം GI ലൂമനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കോളറയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. സോ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈ സഡൻ ഓൺസെറ്റ് അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ടുണ്ടാകുന്ന വാട്ടറി ഡയറിയയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇറ്റ്സ് കോൾഡ് ആസ് എൻറ്ററോടോക്സിക് ഡയറിയ എന്ന് നമ്മൾ പറഞ്ഞു, റൈസ് വാട്ടർ ഡയറിയ എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിന്റെ ഏർലി ഫേസിൽ തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് ബൈലോ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ ഒക്കെ കണ്ടേക്കാം. പിന്നീട് നമുക്ക് ഓൺലി വാട്ടറി ഡയറിയ ഉണ്ടാകും. ആൻഡ് സിവിയർ ഫോം അതിനെ നമ്മൾ പറഞ്ഞത് കോളറ ഗ്രേവിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിഷി ഓർഡർ ഇതിനുണ്ടാവും. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഫിഷി ഓർഡർ. ആൻഡ് വൊമിറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വൊമിറ്റിംഗ് കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വൊമിറ്റിംഗ് വളരെയധികം കുറവാണ്. പനി ഉണ്ടോയെന്ന് വെച്ചാൽ ഫീവർ ഈസ് റെയർ ഫീവർ ആണ്. ആൻഡ് അങ്ങനെ ഒരു 3 to 4 ദിവസം നീണ്ടു നിൽക്കും. 10 to 20 cc per kilogram വെള്ളമൊക്കെ പുറത്തേക്ക് കുട്ടികൾ
കുട്ടികളുടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികളിൽ നിന്ന് ഒരു ദിവസം ഇത്രയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാകുന്നതാണ് സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ വെള്ളം അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ ഡ്രൈ ആവും. സോ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ നമുക്ക് നോക്കാനായിട്ട് നമ്മുടെ ടങ് നോക്കിയാൽ മതി. ടങ് ഒക്കെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ സ്കിന്നോ ഡിക്രീസ്ഡ് സ്കിൻ ടർഗർ, സ്കിന്നിന്റെ ആ നാച്ചുറൽ പ്രശ്നങ്ങൾ ചുളുങ്ങി ഒക്കെ ആയി പോകും. സ്കിൻ കോൾഡ് കാമി സ്കിൻ പോലെയൊക്കെ ആയി പോകും. ദെൻ ഐസ് ഒക്കെ സങ്കൺ ഐസ് ആകും. ദെൻ ഡ്രൈ ആക്സില്ല, കക്ഷമൊക്കെ ഉണങ്ങി ഇതായിരിക്കും. ദെൻ ഈ കയ്യൊക്കെ ചുക്കി ചുളിയനെ വാഷർ വുമൺ ലൈക്ക് ഹാൻഡ്സ് എന്നാണ് വിളിക്കുക. വാഷർ വുമൺ ലൈക്ക് ഹാൻഡ്സ്. അങ്ങനെ വെള്ളത്തിലൊക്കെ കുറേ നേരം കഴിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതേപോലെയുള്ള രീതിയിലാവും. ദെൻ വെള്ളം കുറവാണ്. സോ ലെതാർജി, ആൾക്ക് ക്ഷീണം ഉണ്ടാകും. BP കുറയും. ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകും. സോ ജലാംശമില്ലാത്തതുകൊണ്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ ഇലക്ട്രോലൈറ്റ്സ് ധാരാളം പോയിട്ടുണ്ട്. സോ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കുറവ്? സോഡിയം കുറവാണ്. സോഡിയം കുറയുമ്പോൾ ഹൈപ്പോനേട്രീമിയ ഉണ്ടാകും. ഹൈപ്പോനേട്രീമിയ എന്ന് പറയുമ്പോൾ ഫറ്റീഗ്, ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. ആള് വർത്താനമൊക്കെ ശരിയായിട്ടൊന്നും പറയണമെന്നില്ല. ദെൻ പൊട്ടാസ്യം കുറയും. ഹൈപ്പോകലീമിയ ഉണ്ടാകും. സോ മസിൽ വീക്ക്നെസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ഹൈപ്പോ കാൽസീമിയ, കാൽഷ്യവും കുറയാം. ദെൻ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ ധാരാളം കുറയുമ്പോൾ ഉണ്ടാകുന്നത് നോൺ ആനയോണിക് ഗ്യാപ്പ് മെറ്റബോളിക് ആസിഡോസിസ് ആണ് ഉണ്ടാവുക. കാരണം ബൈകാർബണേറ്റും ധാരാളമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ ബൈകാർബണേറ്റ് ധാരാളമായിട്ട് നഷ്ടപ്പെടുന്നതുകൊണ്ട് നോൺ ആനയോണിക് ഗ്യാപ്പ് മെറ്റബോളിക് ആസിഡോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് മൊത്തം കുറവാണ്. ശരീരത്തിൽ വെള്ളമില്ലെങ്കിൽ കിഡ്നിയിലേക്കുള്ള ഫ്ലോ കുറയും. അപ്പോൾ ഒലിഗൂറിയ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഫൈനലായിട്ട് റീനൽ ഫെയിലിയറിലേക്ക് ഉണ്ടാകാം. ഓക്കെ. ദെൻ ഓൾട്ടേർഡ് സെൻസോറിയം, സോഡിയം ലെവലും ഇതെല്ലാം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഓൾട്ടേർഡ് സെൻസോറിയം, അങ്ങനെ അവസാനം കോമ, ഡെത്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും പോവുക. സോ ഇത് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അൺട്രീറ്റഡ് ആണെങ്കിൽ ഒരു 50-70% കുട്ടികളിലും മരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു 12 മണിക്കൂറിനകമൊക്കെ മരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 3% കുറയ്ക്കാൻ പറ്റും. സോ അപ്പോൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പണിയേ ഉള്ളൂ, റാപ്പിഡ് ഡീഹൈഡ്രേഷൻ. റാപ്പിഡായിട്ട് റീഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീഹൈഡ്രേഷൻ റാപ്പിഡായിട്ട് ചെയ്യാം. ധാരാളം വെള്ളം കുടിക്കാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ORS ആണ് നമ്പർ 1 സംഭവം. മരുന്ന് എന്ന് പറയുന്നത് ORS ആണ്. അത് പറ്റുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ, IV സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുക. മരുന്നായിട്ട് വേണമെങ്കിൽ ടെട്രാസൈക്ലിൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലൂറോക്വിനോലോൺസ് ലൈക്ക് ഏതാണ് സിപ്രോഫ്ലോക്സസിൻ പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ഇനി പലപ്പോഴും അപൂർവമായിട്ടാണ് ഞാൻ പറയുന്നത്, റയറായിട്ട് ഫ്ലൂയിഡ് സ്വെല്ലിംഗ് ഇൻ ഇൻറ്റസ്റ്റൈൻസ്. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വെള്ളം പോകാതെ ഇൻറ്റസ്റ്റൈനിൽ അവിടെ വെള്ളം നിറയുന്ന അവസ്ഥയുണ്ട്. ഓക്കെ. അങ്ങനെ ഉണ്ടാകുന്ന വിത്ത് ഡയറിയ, അങ്ങനെ ഉണ്ടാകുന്നതിനാണ് നമ്മൾ കോളറാസിക്ക എന്നാണ് വിളിക്കുക. സോ കോളറാസിക്ക ഇച്ചിരി അപകടകരമായ കണ്ടീഷനാണ്. മരണം, ഫാറ്റാലിറ്റി റേറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇനി ഡയഗ്നോസിസിന് നമുക്ക് ഡയറിയൽ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സംഭവം പിടികിട്ടും. ദെൻ സ്റ്റൂൾ നമുക്ക് മൈക്രോസ്കോപ്പി ചെയ്യാം. മൈക്രോസ്കോപ്പിൽ ഫിഷ്, അങ്ങനെ സ്കൂൾ ഓഫ് ഫിഷ് അപ്പിയറൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ദെൻ ന്യൂട്രിയന്റ് അഗാർ, അതിനകത്ത് നമുക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള റൗണ്ട് ഡിസ്ക് കളർ കോളനീസ് ആയിരിക്കും നമുക്ക്, ഡിസ്ക് ലൈക്ക് കോളനീസ് ആയിരിക്കും കിട്ടുക വിത്ത് ബ്ലൂയിഷ് ടിഞ്ച്, ഒരു ചെറിയ ബ്ലൂയിഷ് ടിഞ്ച് ആയിട്ടായിരിക്കും കാണുക. മെക്കോൺകിയിൽ വളർത്താം, ബിക്കോസ് എയറോബിക്കും അനേറോബിക്കും എല്ലാം ഉള്ളതാണ്. സോ മെക്കോൺകിയിൽ വളർത്തിക്കഴിഞ്ഞാൽ, അഗറിൽ വളർത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ലേറ്റ് ലാക്ടോസ് ഫെർമെന്റർ ആണ്. അപ്പോൾ കളർ വരും. ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡിഷ് പർപ്പിൾ കളറൊക്കെ കാണാൻ ഇത്തിരി സമയം പിടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബ്ലഡ് അഗറിൽ ഹീമോലിസിസ് ഉണ്ടാക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഹീമോലിസിസ് മാത്രമേ ഉണ്ടാക്കൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എൽടോർ ആണെങ്കിൽ ബീറ്റ ഹീമോലിസിസ് ഉണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൽഫ ഹീമോലിസിന് ചെറിയൊരു ഗ്രീൻ കളർ, ചെറുതായിട്ടൊരു ഗ്രീൻ കളറൊക്കെ കണ്ടേക്കാം. മറ്റുള്ളതൊക്കെ തന്നെ ഒരു ഗ്രീനിഷ് കോളനീസ്. അപ്പോൾ അതിന് കാരണം പറയുന്നത് കീമോ ഡൈജഷൻ മൂലമാണ് ഈ ഗ്രീൻ കളറേഷൻ എന്നാണ് നമ്മൾ പറയാം. ഇനി ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് മീഡിയ വേണമെങ്കിൽ, ട്രാൻസ്പോർട്ട് മീഡിയ നമുക്ക് വെങ്കിട്ടരാമൻ ആൻഡ് രാമകൃഷ്ണൻ VR മീഡിയം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പണ്ട് നേരത്തെ എവിടെയോ കാരി ബ്ലയർ മീഡിയ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ മേയർ ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് ഈസ് ഓട്ടോക്ലേവ്ഡ് സീ വാട്ടർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഓൾട്ടർനേറ്റീവ്. ഇനി ഇവ വളർത്താനായിട്ട് നമുക്ക് എൻറിച്ച്മെന്റ് മീഡിയ ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം മൊൻസാജ് ആണ്. മൊൻസാജ് ജലാറ്റിൻ GTT അങ്ങനെയുള്ളതുണ്ട്. മൊൻസാർ ജലാറ്റിൻ GTTA എന്ന് പറയുന്ന സംഭവമുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തുള്ളത് ടോറോകോളൈറ്റ്
ഫോളേറ്റ് ആൻഡ് പെപ്റ്റോൺ വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു മീഡിയ സെലക്റ്റീവ് മീഡിയ ആണ്. സെലക്റ്റീവ് മീഡിയ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് TCBS ആണ്. TCBS മീൻസ് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട്സ് വിത്ത് സുക്രോസ് ആൻഡ് അഗർ. സോ സുക്രോസ് അഗർ മീഡിയ, TCBS സുക്രോസ് അഗർ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. So that's all about Vibrio cholera and cholera. So thank you for watching.